അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇടാം. കൈ കാരണം കാണുന്നില്ല അല്ലേ. ഇതധികം വിലയില്ല, നമുക്ക് 20 ഗ്രാം 45 രൂപയ്ക്കാണ് കിട്ടുക. പക്ഷേ ഇത് കുട്ടികൾ ആരും അങ്ങനെ അനുകരിക്കരുതെന്നാണ് എൻ്റെ ഒരു പക്ഷം. ഞാൻ കുട്ടിയാണ്, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. പക്ഷെ എന്നാലും ഞാൻ ഇത് ചെയ്യുന്നത് പോലെ എൻ്റെ റിസ്കിലാണ്. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് ചെയ്യുക. നമ്മൾ ആദ്യമേ ഒരു പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യണം. ഇപ്പം ഞാൻ അതൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്തിരി ആയിട്ടുണ്ട്, നമ്മുടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആയിട്ടുണ്ട്. അത് നമുക്ക് പരമാവധി നമ്മളത് ക്ലീൻ ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ ഗ്ലിസറിൻ ഒഴിക്കുന്ന സമയത്ത് നമുക്ക് വല്ലതും നമുക്കൊരു പൊള്ളൽ പോലെ ഏൽക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഗ്ലിസറിൻ ഒഴിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷണം കഴിഞ്ഞു. പക്ഷേ ഞാൻ എൻ്റെ ഫോൺ ഇത്തിരി അകലെ വെക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ ഗ്ലിസറിൻ എന്ത് പറ്റുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാനിനി ലൈറ്റ് ഓഫ് ആക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ ഗ്ലിസറിൻ ഇതാണല്ലോ, ഇത് എത്ര രൂപയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മുടെ ഗ്ലിസറിൻ നമുക്ക് ഒഴിക്കാം. എന്നിട്ട് ഞാൻ വേഗം തന്നെ ലൈറ്റ് ഓഫ് ആക്കാം. ആദ്യം ഒന്ന് കൂട്ടിയിടാം. എന്നിട്ട് നമുക്ക് കൊള്ളാം. ഇനി നമുക്കൊരു ഇത്തിരി ഗ്ലിസറിൻ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ഗ്ലിസറിൻ. നമ്മൾ ആദ്യം നമ്മുടെ ഈ കുപ്പിയുടെ അടപ്പിൽ നമ്മൾ കുറച്ചെടുക്കണം, എന്നിട്ട് ഒഴിച്ചാൽ മതി. ഇതാ വളരെ കുറച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി അത് ഒഴിച്ചു കൊടുക്കാം. ഇനി നോക്കിക്കോളൂ, തീ വരുന്നത് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഒന്നും കാണുന്നില്ലെങ്കിലും തീ വരും. ഇപ്പോൾ കണ്ടില്ലേ, തീ വന്ന് കണ്ടില്ലേ. ഇതാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റും ഗ്ലിസറിനും തമ്മിലുള്ള റിയാക്ഷൻ. ഇതാ കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ആ പൊട്ടാസ്യം പെർമാംഗനേറ്റ് കത്തിയ ആ ഒരു ഭാഗമാണ് ആ നടുവിൽ. ഇനി ഞാൻ ഇത് എടുത്ത് കാണിക്കാം കേട്ടോ. കണ്ടില്ലേ, ഇനി ഞാൻ ഈ സാധനം ഒന്ന് കളയട്ടെ. കണ്ടില്ലേ, ഇത്രയും പോയി, ഇത്രയും കത്തിപ്പോയി. ഈ പേപ്പർ കണ്ടില്ലേ, ഈ ഒരു അവസ്ഥയായി. ഈ പരീക്ഷണം ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനത്തെ കൂടുതൽ പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് ഇനിയും കാണാൻ കഴിയുന്നതാണ്.